ലാബ് 19 ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ്. ഈ ലാബിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫങ്ഷൻ്റെ ഗ്രാഫിൽ നിന്ന് അതിൻ്റെ ഇൻവേഴ്സിൻ്റെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചർച്ച. അതുപോലെ ഒരു ഫങ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് എങ്ങനെയൊക്കെ വരയ്ക്കാം, അത് വരയ്ക്കുന്ന വ്യത്യസ്ത രീതികൾ. മറ്റൊരു ഡിസ്കഷൻ, ചില ഫങ്ഷൻസിനെ നമ്മൾ സെൽഫ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്ന് വിളിക്കും. അതായത് ഒരു ഫങ്ഷൻ്റെ ഇൻവേഴ്സ് അതേ ഫങ്ഷൻ തന്നെയാണെങ്കിൽ അത്തരം ഫങ്ഷൻസിനെയാണ് സെൽഫ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ സെൽഫ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻസിൻ്റെ ഗ്രാഫിൻ്റെ പ്രത്യേകത, അങ്ങനെയുള്ള പുതിയ ഫങ്ഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ലാബിൽ വ്യത്യസ്ത ആക്ടിവിറ്റികളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി 19.1. 19.1ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ +1ൽ ഡിസ്കസ് ചെയ്ത ഒരു ലാബിലൂടെ ഡിസ്കസ് ചെയ്തതാണ്, അല്ലെങ്കിൽ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറയാറുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കാണാം. ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നിന്ന് ഫംഗ്ഷൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എഫ് ഗ്രാഫാണ് തന്നിട്ടുള്ളതെങ്കിൽ, ഒരു എക്സ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുകയും അവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ ഗ്രാഫിലേക്കും ഗ്രാഫിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വൈ ആക്സിലേക്കും വരയ്ക്കുകയും ചെയ്യുക. ഈ പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് സൂചിപ്പിക്കുന്നത് എഫ് എക്സ് എന്നുള്ള വാല്യൂ ആയിരിക്കും. ഇവിടെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതേ ഗ്രാഫ് ഉപയോഗിച്ച്, എഫ് എക്സിൻ്റെ ഗ്രാഫ് ഉപയോഗിച്ച് എഫ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂസ് കണക്കാക്കുക. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിൽ വേണ്ടത്, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ, അത് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും. ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനെ സൂചിപ്പിക്കാൻ ഒരു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ ആണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാറുള്ളത്. ഇതിൻ്റെ ഡൊമൈനിലുള്ള നമ്പേഴ്സിനെ നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുമ്പോൾ അതിൻ്റെ കോഡൊമൈനിലുള്ള നമ്പേഴ്സിനെ നമ്മൾ വൈ ആക്സിലാണ് സൂചിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരു നമ്പറിൻ്റെ ഇമേജ് കാണാൻ അത് എക്സ് ആക്സിസിൽ എടുത്തിട്ട് വൈ ആക്സിസിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീ ഇമേജ് കാണാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഇമേജ് കാണാൻ വൈ ആക്സിസിൽ ആ പോയിന്റ് എടുത്തിട്ട് തിരിച്ച് എക്സ് ആക്സിസിലേക്ക് വരികയാണ് വേണ്ടത്. ഈ ആശയം ഉപയോഗിച്ചാണ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻസിൻ്റെ ഇമേജസ്, ഒരു ഗിവൺ വാല്യൂവിന് അതിൻ്റെ ഇമേജസ് കാണാനുള്ള അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ സിമ്പിളായിട്ടൊരു ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എക്സ് സ്ക്വയർ. ഓക്കെ, ഇത് എക്സ് സ്ക്വയർ എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻവേർട്ടിബിൾ അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെ കാരണം ഇത് 1 അല്ല. ഇതിനെ ഇൻവേർട്ടിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. എക്സ് സ്ക്വയർ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റഡ് ആയി. അപ്പോൾ ഇത്രയും മതി നമ്മുടെ ഡിസ്കഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് വൈ ആക്സിസിൽ ഒരു പോയിന്റ് എടുക്കണം. വൈ ആക്സിൽ നിന്ന് ഗ്രാഫിലേക്ക് വന്നിട്ട് എക്സ് ആക്സിലേക്ക് പോവുക. ഇതാണ് നമ്മുടെ റൂട്ട്. അപ്പോൾ അതിന് ആ പോയിന്റിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ലൈഡറിൻ്റെ സഹായത്താൽ നമ്മൾ ആ ഒരു പോയിന്റ് എടുക്കുന്നു. ഇൻക്രിമെൻറ്റ് മാക്സിമം, മിനിമം മാക്സിമം ഒക്കെ അങ്ങനെ തന്നെ നിന്നിട്ട് ഇൻക്രിമെൻറ്റ് 0.1 എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് എടുക്കുന്നു. ഓക്കെ, വൈ ആക്സിലാണ് നമുക്ക് പോയിന്റ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് 0A, സ്ലൈഡറിൻ്റെ പേര് A ആയതുകൊണ്ട് 0A എന്ന് പറയുന്ന പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഗ്രാഫിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. അതിന് വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ മതി. ഇത് ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഓക്കെ, വീണ്ടും ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്കൊരു പെർപെൻഡിക്കുലർ, അത് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇത്രയുമാണ് നമ്മുടെ കൺസ്ട്രക്ഷനിലുള്ളത്. ഇനി ഈ അപ്ലെറ്റിനൊരു ഭംഗി വരുന്നതിന് വേണ്ടി നമ്മൾ ഈ
ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലൈനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് രണ്ട് ലൈൻസ് ഹൈഡ് ചെയ്യാണ്. ഇതും ഇതും ലൈൻ സെഗ്മെൻ്റ് കൊണ്ട് നമുക്കിതിനെ സൂചിപ്പിക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ സെഗ്മെൻറ്റിൻ്റെ സ്റ്റൈൽ മാറ്റാം, ഡോട്ടർ ലൈനൊക്കെ ആക്കാം. അത് ആപ്ലെറ്റ് കുറച്ചുകൂടി ഒരു ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ആവശ്യത്തിന് എത്രയാണെങ്കിലും മതി. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് 3യുടെ പ്രീമേജ് കാണണമെങ്കിൽ എയുടെ വാല്യൂ 3യിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. 3യിൽ നിന്ന് ഗ്രാഫിൽ നിന്ന് എക്സ് ആക്സിലേക്ക്. അപ്പോൾ ഈ വാല്യൂ എന്താണ്, ഇവിടെ എന്താ, ഇപ്പോൾ 1നും 2നും ഇടയിലാണെന്ന് അറിയാവുന്ന മാത്രം. ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്കൊന്ന് കാണണം. അപ്പോൾ സിയിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി പോയി കഴിഞ്ഞാൽ ഷോ ലേബൽ എന്നുണ്ട്. അതിൽ നെയിം ആൻഡ് വാല്യൂ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 3യുടെ പ്രീമേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. നോൺ നെഗറ്റീവ് നമ്പേഴ്സിൽ മാത്രമേ നമ്മളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ 3യുടെ പ്രീമേജ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ 3യുടെ പ്രീമേജ് എന്ന് പറയുന്നത് റൂട്ട് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ 3യുടെ ഇമേജ് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ കാണുന്നത് റൂട്ട് 3 ആണ് കാണുന്നത്. റൂട്ട് 3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഈ കാണുന്നത്. വേണമെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് അറിയാം. വേണമെങ്കിൽ ഈ എയുടെ കോർഡിനേറ്റ് കൂടി നമുക്ക് കാണാം. ഒന്ന് നെയിം ആൻഡ് വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എയുടെ കോർഡിനേറ്റും കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ റൂട്ട് 3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 1.73 എന്നുള്ളത്. ഇതിപ്പോൾ 2 ഡെസിമൽ പ്ലേസ് വരെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. വേണമെങ്കിൽ നമുക്കത് ഇൻക്രീസ് ചെയ്യാം. ഓപ്ഷൻസിൽ പോവുക, റൗണ്ടിങ് 3-4 ഡെസിമൽ പ്ലേസിന് നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ലെറ്റ്. ഇതുപയോഗിച്ച് ഈ തന്നിട്ടുള്ള നമ്മുടെ മാനുവലിൽ തന്നിട്ടുള്ള 1-2 പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ്. റൂട്ട് 2ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കാണാനായിട്ട് എയുടെ വാല്യൂ 2ൽ കൊണ്ടുവന്നാൽ മതി. എ 1.4142 എന്നുള്ളതാണ്. അടുത്ത ചോദിച്ചിട്ടുള്ള റൂട്ട് 3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. റൂട്ട് 3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മളിപ്പോൾ കണ്ടാണ്, റൂട്ട് ഓഫ് 4.5. അപ്പോൾ എയുടെ വാല്യൂ 4.5ൽ കൊണ്ടുവരാം. വേണമെങ്കിൽ നമുക്ക് എക്കൊരു ഇൻപുട്ട് ബോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് എ ഇങ്ങനെ സ്ലൈഡർ ഡ്രാഗ് ചെയ്തിട്ട് 4.5ൽ എത്തിക്കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 4.5 ആണ്. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2.1213 എന്ന് പറഞ്ഞാൽ 4 ഡെസിമൽ പ്ലേസ്. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റിയുടെ ഉദ്ദേശം ഇതാണ്. ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ആശയം വ്യക്തമാക്കാൻ ഉള്ള ഒരു ആക്ടിവിറ്റിയാണിത്. അത് പിന്നെ പല കാര്യങ്ങളും നമ്മളതിൽ ഡിസ്കസ് ചെയ്യണം. അതായത് ഇവിടെ ഇപ്പം നമ്മൾ ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. ഫംഗ്ഷൻ്റെ ഗ്രാഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എടുത്തിട്ടാണ് റൂട്ട് എക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത് പിന്നീട് നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു ആശയം. നമ്മൾ ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യുന്നിടത്ത് നമുക്ക് കുട്ടിക്ക് പരിചയമുള്ള ഗ്രാഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ഇൻവേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. അത് പിന്നെ ഇൻവേഴ്സിൻ്റെ വാല്യൂ കാണും. ഇപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ കോസ് ഇൻവേഴ്സിൻ്റെ ഒക്കെ സൈൻ ഇൻവേഴ്സ് 0.5 പോലെയുള്ള വാല്യൂസ് കാണുക എന്നുള്ളത് മാത്രമല്ല, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പല പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുന്നിടത്തും നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ആക്ടിവിറ്റിയെ സമീപിക്കാൻ.